സഹോദരങ്ങളെ, മിസ്റ്ററി ബോക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് സെന്റ് തോമസ് ഫെറോന ചർച്ച് അമ്പഴക്കാട്. പ്രിയ സഹോദരങ്ങളെ, AD 300 നിർമ്മിച്ച ഈ ദേവാലയത്തിന് വലിയ വലിയ ചരിത്രങ്ങളുണ്ട്. ഇവിടെ 4 വിശുദ്ധർ സന്ദർശിച്ച ഒരു ദേവാലയമാണ് ഈ അമ്പഴക്കാടുള്ള സെന്റ് തോമസ് ദേവാലയം. അതിൻ്റെ വലിയ ചരിത്രങ്ങളിലേക്കും അതിൻ്റെ ഉൾക്കാഴ്ചകളിലേക്കും ഇപ്പോൾ നമ്മൾ കടക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, സെന്റ് തോമസ് ഫെറോന ചർച്ച് അമ്പഴക്കാട് ഈ ദേവാലയത്തെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. അതിലെ പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ 1556 ഭാരതത്തിലെ തന്നെ ആദ്യത്തെ അച്ചടിശാല ഈ അമ്പഴക്കാടാണ് സ്ഥാപിക്കപ്പെട്ടത്. മറ്റൊരു പ്രത്യേകത, ഈ ദേവാലയത്തിൻ്റെ മുറ്റങ്ങളിൽ അനേകം വിശുദ്ധരുടെ കാൽപാദം സ്പർശിച്ചിട്ടുള്ള ഒരു പുണ്യഭൂമിയാണെന്നുള്ള ഒരു കാര്യം കൂടെ ഇതിൽ വലിയ പ്രാധാന്യം അറിയിക്കുന്ന ഒരു സംഭവമാണ്. പ്രിയ സഹോദരങ്ങളെ, അമ്പഴക്കാട്ടെ ഈ ദേവാലയത്തിൻ്റെ മുറ്റത്തും ദേവാലയത്തിനുമായി വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ, വിശുദ്ധ ജോൺ ബ്രിട്ടോ, വിശുദ്ധ ചാവറ കുര്യാക്കോസ് അച്ചൻ, വിശുദ്ധ ഏവുപ്രാസ്യമ്മ, വിശുദ്ധ മദർ മറിയം ത്രേസ്യ, ഇത്രയും വിശുദ്ധർ ഈ ദേവാലയത്തിൽ വരികയും പോവുകയും ഇവിടുത്തെ ദേവാലയ സന്ദർശനം നടത്തുകയും ഇവിടെ ശുശ്രൂഷകളിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുള്ള ഇത്രയും വിശുദ്ധർ വന്നുപോയ മറ്റൊരു ദേവാലയം, മറ്റൊരു ഇടവക ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. അത്രയും മനോഹരമായ രീതിയിൽ വിശുദ്ധർ ഇവിടെ സന്ദർശിക്കാൻ ഇടവന്നിട്ടുണ്ടെങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, ഈ ദേവാലയത്തിൻ്റെയും ദേവാലയ ചരിത്രത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണികളാണ് ഈ വിശുദ്ധരുടെ ഈ സന്ദർശനം. AD 300 ഈ ദേവാലയം നിർമ്മിക്കുമ്പോൾ ഇതിൻ്റെ ദേവാലയ നിർമ്മിതിക്കായി ഒരുക്കിയിരിക്കുന്നത് 58 ഇഞ്ചോളം വലിപ്പമുള്ള വെട്ടുകല്ലിൽ തീർത്ത കട്ടകളാണ്. ഏകദേശം 5 അടിയോളം വലിപ്പമുള്ള ഈ കട്ടകൾ ആധുനികമായ സജ്ജീകരണങ്ങളൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് ഇത്രയും വലിയ കട്ടകളെടുത്ത് ഈ ദേവാലയം പണിതീർത്തത്. പ്രിയ സഹോദരങ്ങളെ, ഇതിന്റെ മറ്റൊരു പ്രത്യേകത, ഈ കട്ടകൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചിരിക്കുന്നത് കുമ്മായവും കുന്നിപ്പശയും ചേർത്തുള്ള ഒരു ചേരുവ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ദേവാലയത്തിന്റെ നിർമ്മാണത്തിന് വലിയ ഉറപ്പേറിയ ഒരു സംവിധാനമാണ് ഇവിടുത്തെ ഇടവകക്കാർ തങ്ങളുടെ രാവും പകലും ഉപയോഗിച്ച് വലിയ അധ്വാനത്തോടു കൂടി ഈ ദേവാലയത്തെ നിർമ്മിച്ച് ഒരുക്കി വെച്ചിരുന്നത്. ഈ അമ്പഴക്കാട്ടെ ദേവാലയത്തിന്റെ മറ്റൊരു പ്രത്യേകത കൂടി നിങ്ങൾ അറിയണ്ടേ. വേലൂരിൽ വന്നിറങ്ങിയ അർണോസ് പാദ്രി മലയാളത്തിന് നൽകിയ വിലമതിച്ച കാവ്യങ്ങൾ, എത്രയെത്രയോ സാഹിത്യ രചനകൾ നടത്തിയ നമ്മുടെ അർണോസ് പാദ്രി ഈ ദേവാലയവും സന്ദർശിച്ചിട്ടുണ്ട്. ഇവിടെയും അദ്ദേഹം താമസിച്ചിട്ടുണ്ട്. അദ്ദേഹം എഴുതിയ പ്രസിദ്ധമായ പുത്തൻപാന, ആ പുത്തൻപാന രചിച്ച അർണോസ് പാദ്രി ഇവിടെ വന്ന് കാലങ്ങളോളം ചെലവഴിച്ചിട്ടുണ്ട്. അതുകൂടെ ഈ അമ്പഴക്കാട് സെന്റ് തോമസ് ദേവാലയത്തിൻ്റെ വലിയൊരു പ്രത്യേകതയാണ്. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് വേണ്ടി ഈ ദേവാലയത്തിൻ്റെ വാതിൽ തുറന്നിട്ടിരിക്കുക. നമുക്കിതിൻ്റെ ഉള്ളിൽ കടന്നു വന്ന് ഈ ദേവാലയത്തെ ഒന്ന് കാണാം.
നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് ടിപ്പു സുൽത്താൻ എന്നൊരു മഹാരാജാവിനെ കുറിച്ച്. അദ്ദേഹം കേരളത്തിൻ്റെ വടക്കേ അറ്റത്ത് നിന്ന് തുടങ്ങി തെക്കേ അറ്റം വരെ പാഞ്ഞുപോയി. പോകുന്ന പോക്കിൽ തൻ്റെ കണ്ണിൽപ്പെട്ടത്, തനിക്ക് ഇഷ്ടപ്പെടാത്തത് മുഴുവനും തകർത്തെറിഞ്ഞ ഒരു ചരിത്രമാണ് ടിപ്പു സുൽത്താനുള്ളത്. അറിയപ്പെടുന്നത് മൈസൂർ സിംഹം എന്നൊക്കെയാണ്. അദ്ദേഹം ചെന്ന സ്ഥലങ്ങൾ മുഴുവനും മതിലുകളും കൊട്ടാരങ്ങളും കെട്ടിടങ്ങളും എല്ലാം തകർത്ത് കളഞ്ഞ ഒരു വലിയ വീരപുരുഷനാണ് ടിപ്പു സുൽത്താൻ. പക്ഷേ അമ്പഴക്കാടുള്ള ദേവാലയത്തിൽ കടന്നു വന്നിട്ട് ടിപ്പു സുൽത്താന്റെ പീരങ്കിയിൽ തൊടുത്തുവിട്ട പീരങ്കിയുടെ ഉണ്ടകൾക്ക് പോലും തകർക്കാൻ കഴിയാത്ത സുശക്തമായ ശക്തമായ ഒരു ദേവാലയമാണ് ഈ ഇടവകയിലെ ജനങ്ങൾ ഇവിടെ തീർത്തു വെച്ചതെന്ന് അദ്ദേഹം അറിഞ്ഞില്ല. അദ്ദേഹം ഇവിടെ മാത്രം പരാജയപ്പെട്ടുകൊണ്ട് തകർക്കപ്പെടുന്ന ചരിത്രമുള്ളവന് തകർക്കപ്പെടാൻ കഴിയാത്ത അമ്പഴക്കാട് ദേവാലയത്തെ ഇവിടെ നിർത്തിക്കൊണ്ട് തന്നെ ടിപ്പു സുൽത്താന് പിൻവാങ്ങേണ്ടി വന്ന ഒരു ചരിത്രമുണ്ട് ഈ അമ്പഴക്കാടിന്. പ്രിയ സഹോദരങ്ങളെ, 1971 അന്നത്തെ പഴയ ദേവാലയമൊക്കെ പൊളിച്ചതിന് ശേഷം ഒരു നവീകരിച്ച ദേവാലയം ഇവിടെ പണിതീർത്തു. അതിൻ്റെ കൂദാശ കർമ്മം നിർവഹിച്ചത് തൃശ്ശൂർ രൂപതയുടെ അധ്യക്ഷനായിരുന്ന മാർ ജോസഫ് കുണ്ടുകുളം പിതാവാണ്. പിന്നീട് 2009 ഈ ദേവാലയം നവീകരിച്ചു, ഒരു ആധുനിക രീതിയിലൊക്കെ പണിതീർത്തു. അതിൻ്റെ കൂദാശ കർമ്മം നിർവഹിച്ചത് അന്നത്തെ ഇരിഞ്ഞാലക്കുടയുടെ പ്രഥമ രൂപത അധ്യക്ഷനായിരുന്ന ജെയിംസ് പഴയാറ്റിൽ പിതാവാണ്. പ്രിയ സഹോദരങ്ങളെ, ഈ ദേവാലയവും ഇതിൻ്റെ പരിസര ഭാഗങ്ങളും ദേവാലയത്തിൻ്റെ ഉൾവശവും ഒക്കെ നമുക്ക് പകർത്തിയെടുക്കാൻ വേണ്ട ആവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു തന്നത് ഇവിടുത്തെ ഇടവക വികാരിയായ സെബാസ്റ്റ്യൻ അച്ഛനും മറ്റ് ജീവലച്ഛനും കൂടി ചേർന്നാണ്. നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി ഇവിടെ എല്ലാ കാര്യങ്ങളും അവർ ഒരുക്കി തരികയും ചെയ്തത് വളരെ നന്ദിയോടെ ഓർക്കുകയാണ്. പ്രത്യേകമായിട്ട് ഈ മിസ്ട്രി ബോക്സിൻ്റെ പേരിലും ജൈനീസ് മീഡിയയുടെ പേരിലും ഈ മിസ്ട്രി ബോക്സിൻ്റെ സകല പ്രേക്ഷകരുടെ പേരിലും ഈ രണ്ട് വൈദികർക്കും ഞങ്ങളുടെ ഹൃദയാംഗമായ നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ആമേൻ. എന്താ കർത്താവിൻ്റെ ആണ് ഈ ദേവാലയം. ഇത് തകർക്കാൻ ടിപ്പു സുൽത്താനല്ല, മഹേന്ദ്ര ബാഹുബലി വന്നാൽ പോലും തകർക്കാൻ കഴിയില്ല.